സർക്കാർ ഒന്ന് നാറിക്കോട്ടെ എന്നാണോ നിങ്ങളുടെ ചിന്ത? ഈ ചോദ്യം ഉന്നയിച്ചത് ഹൈക്കോടതിയാണ്. ചോദിച്ചത് ഒരു ഡിവൈഎസ്പിയോട്. തൂഫാൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ആഭ്യന്തര വകുപ്പിനെ മോശമാക്കാനാണ് ഉദ്ദേശം എന്നും കോടതി പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട്. കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്ന സംഭവം മറ്റൊന്നുമല്ല. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ ആത്മഹത്യയിലെ അന്വേഷണമാണ്. കേസിലെ മുഖ്യപ്രതി കൂടിയായ കോളേജിലെ വകുപ്പ് മേധാവി ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റും തുടർ സംഭവങ്ങളും അടുത്തിടെ വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. 2 ദിവസം മുൻപ് റാമിനെ കർണാടകയിലെ കുടകിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും പോലീസിന് കനത്ത തിരിച്ചടി നേരിട്ടു. നടപടിക്രമങ്ങൾ പാലിച്ചല്ല അറസ്റ്റെന്ന് വിലയിരുത്തി കോടതി റാമിനെ വിട്ടയച്ചു. പിന്നീട് പോലീസ് അറസ്റ്റിന് കോടതിയുടെ അനുമതി വാങ്ങിയെങ്കിലും റാം കീഴടങ്ങുകയായിരുന്നു. ഇന്നലെ റാമിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിതിന്റെ കുടുംബം നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോഴും റാമിനെ രക്ഷിക്കാൻ പോലീസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുവെന്ന് കോടതി വിമർശിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനും ക്രൈംബ്രാഞ്ച് എസ്പിയും ഇന്ന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹാജരായപ്പോഴാണ് ഡിവൈഎസ്പിക്കെതിരെ കോടതി പൊട്ടിത്തെറിച്ചത്. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ ഇല്ലാതാക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആഭ്യന്തര വകുപ്പിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നും കോടതി കടുത്ത ഭാഷയിൽ ചോദിച്ചു. 22 വർഷത്തെ സർവീസിൽ നിങ്ങൾ എത്ര അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡിവൈഎസ്പിയോട് ജഡ്ജി ആരാഞ്ഞു. അറസ്റ്റിനെ കുറിച്ചുള്ള സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ അറിയില്ലേ, അതോ ബോധപൂർവം അറിയില്ലെന്ന് നടിച്ചതാണോ? ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്തണമെന്ന താല്പര്യമോ ഗൂഢോദ്ദേശമോ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്ര ഗുരുതരമായ ഒരു വീഴ്ച ഈ കേസിൽ വരുത്തിയത്? പ്രതിക്ക് സുപ്രീം കോടതി വരെ പോകാൻ എന്തിനാണ് അവസരമൊരുക്കിയത്? പ്രതിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് എന്തിനാണ്? ഇങ്ങനെ നീണ്ടു കോടതിയുടെ ചോദ്യശരങ്ങൾ. താൻ ഇതുവരെ 10 പേരുടെ അറസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ മാത്രമാണ് വീഴ്ച സംഭവിച്ചതെന്നും പറഞ്ഞ ഡിവൈഎസ്പി സുധീർ കല്ലൻ നടപടിയെടുക്കരുതെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്, നടപടി ഒഴിവാക്കാനാകില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ സാധാരണക്കാരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ കോടതിയുണ്ട്. പോലീസുകാർ വിചാരിച്ചാൽ ഒരു പ്രതിയെയും രക്ഷപ്പെടുത്താനാകില്ല. അത് ഓർമ്മയിലിരിക്കട്ടെ എന്നും കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അന്വേഷണ മേൽനോട്ടം എന്താണെന്ന് ക്രൈംബ്രാഞ്ച് എസ്പിയോടും കോടതി ചോദിച്ചിട്ടുണ്ട്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചെന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടുമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ കുറ്റകരമായ അനാസ്ഥയാണ് അന്വേഷണ വിഭാഗമായ ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചിട്ടുള്ളത്. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഒളിവിൽ പോയ റാമിനെ 3 മാസത്തിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യാനായതുപോലും. ഇതിനിടയിൽ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളി. ജൂൺ 19-നാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അതിനും ഏതാണ്ട് 1 മാസത്തോളം കഴിഞ്ഞാണ് റാമിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കടുത്ത ഭാഷയിൽ പറഞ്ഞത് റാമിനെ രക്ഷിക്കാൻ പോലീസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കേണ്ടി വരുമെന്ന്. അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി ഉടൻ പ്രതിയെ കോടതിയിൽ നിന്ന് വിട്ടയക്കേണ്ടി വന്നത് സർക്കാർ പോലീസ് സംവിധാനങ്ങളുടെ പരാജയമാണെന്നും 15 വർഷത്തിനിടെ ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ലെന്നുമാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇന്നലെ വിമർശിച്ചത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് പറഞ്ഞ കോടതി പണമുള്ളവർക്ക് ഹുങ്കുകൊണ്ട് എന്തും ചെയ്യാമെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് ഹൈക്കോടതിയിൽ കണ്ടത്. ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ തുടക്കം മുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള ന്യായാധിപനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ. വിറയ്ക്കുന്ന പോലീസിന് എങ്ങനെയാണ് ഫലപ്രദമായ അന്വേഷണം നടത്താൻ കഴിയുക എന്നായിരുന്നു കഴിഞ്ഞ മാസം കോടതി ചോദിച്ചത്.